നമസ്കാരം. സെൽഫ് എംപ്ലോയ്ഡ് ടൈലർ കോഴ്സിൻ്റെ സെക്കൻഡ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വോളിയം 15 ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് അറ്റ് വർക്ക് പ്ലേസ്. എല്ലാവരും ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി സ്ഥലത്താണ്. അതുകൊണ്ട് ജോലി സ്ഥലത്തെ വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വർക്ക് പ്ലേസ് വൃത്തിയായി സൂക്ഷിക്കുന്നത് ജോലിക്കാർക്ക് ആരോഗ്യപരമായ ചുറ്റുപാട് ലഭിക്കുന്നത് മാത്രമല്ല, ആ യൂണിറ്റിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും സഹായിക്കുന്നു. ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, ഹെൽത്ത്. വൃത്തിയുള്ള ജോലി സാഹചര്യം അവിടുത്തെ ജോലിക്കാരുടെ ആരോഗ്യത്തെയും ക്ഷേമബോധത്തെയും ഇംപ്രൂവ് ചെയ്യുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ജേംസ്, ബാക്ടീരിയ, അതുപോലെ അസുഖങ്ങളും വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വൃത്തിയില്ലാത്ത ഭാഗത്ത് വൈറസുകൾ, ബാക്ടീരിയകൾ, അതുപോലെ അസുഖങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും ഇതിലൂടെ അവിടെയുള്ള ജോലിക്കാർക്ക് അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഇമ്പോർട്ടൻസ്, ഒക്കുപേഷണൽ സേഫ്റ്റി. അലസമായി ശ്രദ്ധിക്കാതെ കിടക്കുന്ന ജോലി സ്ഥലമാണെങ്കിൽ അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു. ജോലിസ്ഥലം ക്ലീൻ ചെയ്യാതെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ അപകടം ജോലി ചെയ്യുന്നവർക്ക് സംഭവിക്കും. എല്ലാ ഭാഗവും ശ്രദ്ധിച്ച് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ജോലി സ്ഥലത്തെ അപകടം ഇല്ലാതാക്കാം. അടുത്തത്, ക്ലെൻലിനെസ് ബ്രീഡ്സ് സാറ്റിസ്ഫാക്ഷൻ. വൃത്തിയുള്ള സ്പേസ് ആണെങ്കിൽ ജോലിക്കാർക്ക് അവിടെ ജോലി ചെയ്യാൻ സംതൃപ്തി തോന്നുന്നു. അതവരുടെ ജോലിയിലും പ്രകടമാകും. പ്രൊഡക്ടിവിറ്റി. വൃത്തിയുള്ള ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. അത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ, കമ്പനീസ് ഇമേജ്. നിങ്ങൾ കണ്ടു കാണും, ചില കടകളിൽ സാധനങ്ങൾ വൃത്തിയായി അടുക്കി സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വാങ്ങാൻ തോന്നും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈലറിംഗ് യൂണിറ്റും. വൃത്തിയായി സൂക്ഷിച്ചാൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും. ഇംപ്രൂവ്ഡ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ്. കൂടുതൽ ജോലിക്കാരും അവരുടെ ജോലി സ്ഥലത്ത് 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരാണ്. വൃത്തിഹീനമായ ജോലി സ്ഥലത്ത് പ്രചോദനം നൽകാൻ സാധിക്കുന്നില്ല. ശുദ്ധമായ അന്തരീക്ഷത്തിൽ പുതിയ ദിനം തുടങ്ങാൻ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. അവർക്ക് മോട്ടിവേഷൻ നൽകുന്നതിനും നമ്മുടെ നന്നായി ക്ലീൻ ചെയ്ത ക്ലെൻലിനെസ് ഉള്ള ഒരു ജോലി സ്ഥലത്തിന് സാധിക്കും. നെക്സ്റ്റ് വൺ, അസറ്റ്സ്. കമ്പനി അല്ലെങ്കിൽ ടൈലറിംഗ് യൂണിറ്റ് വളരും തോറും വേസ്റ്റ് മിനിമം ആക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടൂൾസും എക്യുപ്മെൻസും വൃത്തിയായി സൂക്ഷിച്ചാൽ അത് നമുക്ക് കൂടുതൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു അസറ്റായിട്ട് മാറുന്നതാണ്. അടുത്തതായി, റിഡക്ഷൻ ഓഫ് ഹസാർഡസ് സബ്ജക്ട്സ്. പ്രോപ്പർ എയർ ഫിൽട്രേഷൻ ജോലിക്കാർക്ക് അപകടകരമായ വസ്തുക്കളുടെ എക്സ്പോഷർ കുറയ്ക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിലെ
വെന്റിലേഷൻ, നല്ല കാറ്റും വെളിച്ചവും നൽകുന്ന വലിയ റൂമുകൾ എന്നിവ ജോലിക്കാരുടെ ആരോഗ്യത്തെയും പ്രൊഡക്ടിവിറ്റിയെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതുവരെ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെൻലിനെസ് അറ്റ് വർക്ക് പ്ലേസ്, എങ്ങനെയാണ് നമ്മുടെ ജോലിസ്ഥലം, അതായത് നമ്മുടെ ടൈലറിംഗ് യൂണിറ്റ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ടൈലറിംഗ് ടൂൾസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ടൈലറിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ സൂയിങ് മെഷീനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് സൂയിങ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് സൂയിങ് മെഷീൻ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിലാദ്യം പറയുന്നത് ആൾവേസ് കീപ്പ് യുവർ മെഷീൻ വെൽ ഓയിൽഡ്. നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതാണ്, നമ്മളുടെ മെഷീൻ എപ്പോഴും ഓയിൽ ചെയ്ത് വെച്ചിരിക്കണം. അതിനകത്തുള്ള ലിൻഡ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ ഡസ്റ്റ് പൊടികളുണ്ടെങ്കിൽ, ചെറിയ ചെറിയ ത്രെഡിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഓയിൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് മാറ്റിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നതാണ്, പുറത്തൊക്കെ എപ്പോഴും പൊടികൾ ധാരാളം ഉള്ളതാണ്. ആ പൊടികളെല്ലാം നമ്മുടെ മെഷീനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ പെട്ടെന്ന് ചീത്തയാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഏത് സമയത്തും നമ്മൾ ഇത് ഉപയോഗിക്കാതെ അൺയൂസ്ഡായി നിൽക്കുന്ന സമയത്ത് മെഷീനെ നമ്മൾ കവർ ചെയ്തിരിക്കണം. ഒരു കവർ വെച്ച് അത് മൂടിയിരിക്കണം. അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ആനുവലായിട്ട് ഇയർലി സൂയിങ് മെഷീൻ സർവീസ് ചെയ്തിരിക്കണം. നമ്മുടെ ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡ് നോക്കിയിട്ട് അവർ പറയുന്ന സർവീസിങ് സെൻറ്ററുകളോ അല്ലെങ്കിൽ സർവീസ് ചെയ്ത് നല്ല പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് ആനുവലായിട്ട് ഇയർലി ആയിട്ട് സൂയിങ് മെഷീൻ സർവീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രിക് മെഷീൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അതിനെ അൺപ്ലഗ് ചെയ്തിടണം. അത് നമ്മുടെ സ്വിച്ചിൽ നിന്ന് അതിൻ്റെ പ്ലഗ് ഊരിയിടണം. എന്നാലേ ഇത് കൂടുതൽ കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യുകയുള്ളൂ. അടുത്ത ടൂളിൽ വരുന്നതാണ് അയൺ ആൻഡ് അയണിങ് ബോർഡ്. നമ്മുടെ അയണിങ് ബോക്സും അയണിങ് ബോർഡും. അയണിങ് ബോക്സിൽ, എല്ലാ അയണിങ് ബോക്സിലും അതിൻ്റെ അടിഭാഗം ചില സമയത്ത് പൊടികൾ പറ്റിപ്പിടിച്ച് അത് വൃത്തിഹീനമായിരിക്കും. അത് നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കണം. അതുപോലെ തന്നെ സ്റ്റീം അയൺസ് ഉണ്ടാവും. അതായത് നീരാവി ഉപയോഗിച്ച്, വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന, നീരാവി ഉപയോഗിച്ച് ചെയ്യുന്ന അയണിങ് ബോക്സ്. അതിനകത്തുള്ള ഹോളുകൾ നമ്മളെപ്പോഴും വൃത്തിയിൽ ക്ലീൻ ചെയ്തിരിക്കണം. അടുത്ത ടൂള് സിസേഴ്സ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ടൈലറിംഗ് ടൂളിൽ സൂയിങ് മെഷീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സിസർ. എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഗുഡ് ക്വാളിറ്റി സിസേഴ്സ് വാങ്ങിക്കണം. അതുപോലെ തന്നെ വെള്ളം നനയാനോ അതുപോലെ വേറെ ഏതെങ്കിലും കഴുകാനോ നമ്മളിത് പാടില്ല. പിന്നെ നമ്മൾ ഫാബ്രിക്കും ത്രെഡും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസർ അതിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതിൽ നിന്ന് പേപ്പറുകളോ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സിസേഴ്സ് നമ്മൾ നിലത്തിടുക, അതുപോലെ ഏതെങ്കിലും കട്ടിയുള്ള സാധനത്തിന്മേൽ കൊണ്ടിരിക്കുക, അങ്ങനെ ഇതൊന്നും ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാലം നമുക്കിത് കേടുവരാതെ സൂക്ഷിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, നീഡിൽസ്. ഷാർപ്പായുള്ള ഗുഡ് ക്വാളിറ്റി നീഡിൽസ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുക. നല്ല നീഡിലല്ലെങ്കിൽ, ചീത്ത നീഡിലാണെങ്കിൽ നിങ്ങൾക്കറിയാം
അത് ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിയാനോ അല്ലെങ്കിൽ വളയാനോ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക്കിനനുസരിച്ചുള്ള നീഡിലിൻ്റെ സൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓരോരോ ഫാബ്രിക്കിനും കട്ടി കുറഞ്ഞ ഫാബ്രിക്കിനുള്ള സൈസുള്ള നീഡിൽസ്, അതിന് കട്ടി കൂടിയതാണെങ്കിൽ അതിന് ഉള്ള പ്രോപ്പർ സൈസുള്ള നീഡിൽസ് വേണം ഉപയോഗിക്കാൻ. അടുത്തതായി ബോബിൻ കേസ് ആൻഡ് ബോബിൻ. ഒരു ബോബിൻ കേസോ അല്ലെങ്കിൽ ഹോൾഡറോ ഒരു മസ്റ്റാണ്. എപ്പോഴും നമ്മൾ ബോബിനുകളെല്ലാം ഒരു ബോക്സിലിട്ട് വെക്കണം. അതുപോലെ തന്നെ ബോബിൻ കേസ് ഒരു ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് മെഷറിംഗ് ടേപ്പ്. മെഷറിംഗ് ടേപ്പുകൾ എപ്പോഴും നമ്മൾ റോൾ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അത് വരാതെ സൂക്ഷിച്ച് റോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ അത് കിട്ടുന്നത് നമുക്ക് എങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അത് റോൾ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. അടുത്ത സ്മാൾ ടൂൾസുകൾ. ചില ടൂൾസുകൾ നമുക്കുണ്ട്. ത്രെഡ്സൊക്കെ നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക. അതുപോലെ പിന്നും നീഡിൽസ് എല്ലാം പിൻ കുഷ്യൻസിൽ കുത്തിവെക്കുക. ചെറിയ ടൂളുകൾ അതിനകത്തുള്ള നിങ്ങൾക്കറിയാം ത്രെഡ് ക്ലിപ്പർ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സീം റിപ്പ്, അങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങൾ ചെറിയ ടൂളുകൾ അതിന് വേണ്ടി മാത്രം ചെറിയ കമ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ബോക്സുകളോ വെച്ച് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. നമ്മളിന്ന് വർക്ക് പ്ലേസ് എങ്ങനെയാണ്, അതായത് ടൈലറിങ് യൂണിറ്റുകൾ എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും ചെറിയ നമ്മളുടെ ടൈലറിങ് ടൂൾസ് അതുപോലെ എക്യുപ്മെൻസുകളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും നോക്കി. ഇനി നമുക്ക് കുറച്ച് അസൈൻമെൻറ്റുകൾ ഈ പഠിച്ച ഭാഗത്തിൽ നിന്ന് 2 അസൈൻമെൻറ്റുകൾ നോക്കാം. ആദ്യത്തെ അസൈൻമെൻറ്റ്, എങ്ങനെ നമുക്ക് നമ്മളുടെ വർക്ക് പ്ലേസ് ക്ലീൻ ആയിട്ടും ടൈഡി ആയിട്ടും സൂക്ഷിക്കാം. രണ്ടാമത്തത്, നീഡിൽസ്, സിസേഴ്സ്, സൂയിങ് മെഷീൻ അവ എങ്ങനെയാണ്, ആ ടൂളുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നും എഴുതുക.